ഹലോ, ഞാൻ MC. എന്നറിയാമോ? ഇന്ന് ഞാൻ നിൽക്കുന്നത് എവിടെയാണെന്നറിയാവാ? ഡിസാസ്റ്റർ എക്സ് വോയിഡ്. അത് തന്നെ, നമുക്കും കിട്ടി ഇൻവിറ്റേഷൻ. അപ്പം നിങ്ങൾ ചോദിക്കുമ്പോൾ പബ്ലിക് സെർവർ നിനക്ക് എങ്ങനെയാണ് ഇൻവിറ്റേഷൻ കിട്ടിയെന്ന്? എനിക്ക് ഇൻവിറ്റേഷൻ മോൻസിൻ്റെ കിട്ടിയതാ. മോൻസ് ഇന്ന് രാവിലെ എൻ്റെ അടുത്ത് മെസ്സേജ് ഇട്ടാൽ ശരിയാ സെർവർ കയറാം. അങ്ങനെ ഞാൻ കയറിയത്. അല്ലെങ്കിൽ ഞാൻ കയറൂല, ഒട്ടും കയറൂല. അല്ലെങ്കിൽ ഞാൻ കയറിയേനെ, കണ്ടന്റ് വേണ്ടേ. അപ്പം നിങ്ങൾ ചോദിക്കുമെന്നത് MC ഈ സെർവറിൽ നിനക്ക് ടീമുണ്ടാ? പിന്നല്ല, ഉണ്ട്. എൻ്റെ ഫ്രണ്ടിരിക്കുന്ന എൻ്റെ ടീമാണ്. എനിക്ക് ടീമില്ല. ഞാൻ ഒറ്റയ്ക്ക് തന്നെ മതി. 10 പേരുടെ പവറുണ്ട് എൻ്റെ കയ്യിൽ. ഇപ്പം എന്തായാലും ഈ വേൾഡിൽ വന്ന് എനിക്ക് ചാവാൻ പാടില്ല, ഒട്ടും ചാവാൻ പാടില്ല. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ റാൻഡം TP അടിച്ചിട്ട് ബേസ് ഉണ്ടാക്കുന്ന സ്ഥലം നോക്കാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ ജസ്റ്റ് ഒന്ന് സ്ഥലമൊക്കെ നോക്കി സെർവറൊക്കെ നോക്കാൻ പോയാൽ എങ്ങനെ ഉണ്ടെന്ന്. ഒരു ബേസ് പണിയാണ് നമുക്ക്, ഒരു കുഞ്ഞ് നൈസ് സ്പോൺ. അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ സ്പൂൺ കിട്ടിയത്. ഇനി ഇത് വെച്ച് ക്രാഫ്റ്റിംഗ് ടേബിൾ. അവിടെ ഈ വർക്ക് ബെഞ്ച് ഉണ്ടല്ലോ, അവിടെ ഇതിൻ്റെ അകത്തിട്ട് ഉണ്ടാക്കിയാൽ പോലെ വെറുതെ കഷ്ടപ്പെട്ട് ആ പ്ലാങ്കൊക്കെ അവിടെ വെച്ച് എനിക്ക് കഷ്ടപ്പെടാൻ വയ്യ. ഇനി നമുക്ക് വീണ്ടും RTP എടുക്കാം. ഒരു നല്ല സ്ഥലം കിട്ടുന്നവരെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കാം ഗൈസ്. സോംബീസ് എല്ലാം വരുന്നുണ്ടാന്ന് എനിക്ക് ചെക്ക് ചെയ്യണം. നോക്കാം എവിടെയെങ്കിലും നല്ല പ്ലെയിൻസ് സ്ഥലം കിട്ടുമോ. വെള്ളത്തിൽ കൊണ്ടിട്ടാടാ ഇവന്മാർ. അതെന്ത് പരിപാടി? എനിക്ക് മാത്രം എന്താണ് ഇങ്ങനത്തെ ഊറ്റൽ സ്ഥലം കിട്ടുന്നത്? ഫുഡ് കിടക്കുന്ന അവിടെ. ഒരു പിക്കാസും ഉണ്ടാകാം. ഞാനെന്ന് തോന്നുന്നു അവസാനം കയറുന്ന ഈ സെർവറി. എൻ്റെ കൂട്ടുകാരെല്ലാം അത്യാവശ്യം എത്തി. ഞാൻ മാത്രം എവിടെ കിടക്കുന്നു. ചാറ്റിലൊക്കെ എന്തൊക്കെയോ വരുന്നു. ആരൊക്കെ ഉണ്ടോ അവിടെ? ഓണർ സോളോ യൂസി ഉണ്ട്. സോളോ യൂസി നീക്ക് അറിയത്തില്ലേ? സോളോ യൂസി എടാ റേസർ TV റിക്വസ്റ്റ് ഇട്ടാ. പോ അങ്ങോട്ട്. റേസർ നമ്മുടെ മോഡാണ്. ഇപ്പോൾ പോകാതിരിക്കാൻ പറ്റില്ല. പിന്നെ കൂട്ടുകാരനുമാണ്. റേസർ VIP. ഓക്കെ റേസർ ഹായിട്ട്. എടാ ഞാൻ ഒറ്റയ്ക്ക് ഗ്രൈൻഡ് ചെയ്തോട്ടാടാ. ഇത്രയോട്ടൊന്നും ഇതൊന്നും തരാതെ. ഞാൻ ഒറ്റയ്ക്ക് ഗ്രൈൻഡ് ചെയ്തോളാം. എനിക്ക് ഗ്രൈൻഡ് ചെയ്താണ് ശീലം. ഗ്രൈൻഡ് ചെയ്തോളാം. ലെവൻ്റെ മെയ്സൊക്കെ എടുത്ത് എൻ്റെ മേത്ത് പരീക്ഷിക്കാൻ നോക്കുന്നു. ഞാൻ പോട്ടെ, നൈസായിട്ട് സ്കൂട്ടാവാം. യു റെക്കോർഡിങ്? യാ. എടി ഇവൻ്റെ അടുത്ത് പറഞ്ഞ കേൾക്കൂല ഗൈസ്. ചീത്ത പയ്യെ. അവിടെ എനിക്കിതൊന്നും വേണ്ട. ഞാൻ ടൈപ്പിങ്ങിൽ പുറയിലോട്ട്, അതുകൊണ്ട് ഞാൻ കിണ്ടി. ഞാൻ ഓടും. എനിക്ക് ഓടാനറിയാം. ഞാൻ ഓടും. നീ ഒരു കിണ്ടിയും ചെയ്യില്ല ഗൈസ്. റേസർ നമ്മളെ കൊല്ലാതെന്നൊക്കെ പറയുന്നതിൻ്റെ അകത്ത് ഞാൻ ആ സാധനം എടുത്തില്ല, എന്നെ കൊല്ലുമെന്ന്. ഞാൻ അതുകൊണ്ട് ഇവിടെ നിന്ന് പോന്നു. എന്ത് സെർവറാടാ മോണിസ്? ആൾക്കാർ വന്നപ്പോൾ തന്നെ VIP ഒക്കെ എന്നെ കൊല്ലാൻ വരും. വന്നത് ഉള്ളടാ സെർവറി. എടുക്കൂലേ ഞാൻ. ചത്താലും ശരി എടുക്കൂലേ മോനിസ്? ഇതൊക്കെ കാണുന്നുണ്ടാടാ. വന്നതേ ഉള്ളടാ സെർവർ. VIP ഒക്കെ എന്നെ കൊല്ലാൻ വരുന്നു. പാവാടാ ഞാൻ ചത്തടാ. എവിടെ എൻ്റെ അടുത്ത് ക്രീപ്പർ അടപ്പുണ്ട്. ഫുഡില്ല. റാൻഡ് TP അടിച്ച് പോവാടാ. ശരിയാ. /RTP. താങ്ക് യു റൈസർ. ബട്ട് ഇപ്പം എനിക്ക് മൂടില്ല നിൻ്റെ ഗിഫ്റ്റ് വാങ്ങാൻ. അപ്പോൾ അതൊക്കെ പിന്നെ കാണാം. ബൈ. ഇപ്പം ഇനി അവിടെ എത്തി കാണുമോ? എന്തായാലും ദൂരെ എത്തി കണ്ടിട്ടുണ്ട്. ഭയങ്കര ദൂരെ കൈസ് നമ്മൾ സ്പോണായേ. ഒന്നാമതാ മനുഷ്യന് വിഷം എന്നിട്ട് വയ്യ. നമുക്ക് ഇങ്ങനെ ഒട്ടൊക്കെ ഗ്രൈൻഡ് ചെയ്യണം കൈസ്. ഞാൻ എന്നിട്ട് ഞാൻ അങ്ങോട്ട് നടക്കുന്നു. ഒരു കേവ് കിട്ടുവാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് സ്റ്റോം വയ്ക്കുക. ഈ കുഞ്ഞു ഡാമേജുകളൊക്കെ കിട്ടും. ലാഗുണ്ട് ഗൈസ്. നല്ലിരിക്കുക.
കണ്ട ടീമില്ലാതെ എനിക്ക് ഇത്രയും ചെയ്യാൻ പറ്റും. കണ്ട എനിക്ക് ടീമിൻ്റെ ആവശ്യമൊന്നും വേണ്ട. അതിൻ്റെ അകത്ത് എനിക്ക് 10 പേര് ഒരുമിച്ച് കൊല്ലാൻ പറ്റൂ. അതിന് വേണ്ടി ടീമിൻ്റെ ആവശ്യമൊന്നും എനിക്ക് വേണ്ടി വരത്തില്ല. ഇനി ഏതവൻ എന്നെ ടീം വിളിച്ചാൽ ഞാൻ ചെല്ലുമല്ലോ. ഞാൻ ഒറ്റയ്ക്ക് ഗ്രൈൻഡ് ചെയ്യും. എല്ലാവരും പറയും എംസിക്ക് ടീം വേണമെന്ന്. എനിക്ക് ടീം വേണ്ട. ഇപ്പം അങ്ങോട്ട് പോവാം. ഇത് സ്റ്റോണൊക്കെ വെച്ച് ആരോ പോയിട്ടുണ്ട്. ഇവിടെ അടുത്ത് 6 പൈസ ഉണ്ട്. അവിടെയാണ് കാണിക്കുന്നത്. അങ്ങോട്ട് പോയി നോക്കട്ടെ 6 പൈസയാണ്. 2-1 എനിക്കിന്ന് അറിയണം. കുറച്ചടുത്താന്ന് തോന്നുന്നു പൈസ. ഓ റൺ പോട്ടല്ലോ. അത് ഈ ഭാഗത്തോ? പോയി നോക്കിട്ട് വരാം. ഓ ആരെ സ്പീഡ് റൺ ചെയ്യാൻ നോക്കിയതാ. ചത്തുപോയി. ഇതൊക്കെ എന്തോന്നടാ ഇവിടെ വുഡൊക്കെ വെച്ച്. തല എന്നാ വീട്ടിലൊക്കെ കൊണ്ട് തല വെച്ചിരിക്കുന്നേ. ഇതാറ് തലയാ? ഇത് ചെസ്റ്റ് ഇരിക്കുന്നത്. ഞാൻ ഒന്നും എടുക്കുന്നില്ല ഇതിൻ്റെ അകത്തും. ഓ ഞാൻ എടുക്കുന്നില്ല. ഞാൻ ഇതൊന്നും എടുക്കുന്നില്ല. സത്യമായിട്ട് ഞാൻ എടുക്കുന്നില്ല. പട്ടിക്കുട്ട നിനക്കൊല്ലം കഴിക്കണോടാ പട്ടിക്കുട്ട. എൻ്റെ കൈ ഇതുണ്ട്. തിന്നുക. എടാ എനിക്ക് തിന്നാൻ കൊടുക്കാൻ പറ്റൂലടാ. വേറെ തിന്നാൻ കൊടുത്ത് ഞാൻ കൊടുത്ത് ഹാപ്പി ഈ ആ നിൻ്റെ യജമാനൻ വരുമ്പോൾ പറയണം ഇവിടെ ഒരു വലിയ യൂട്യൂബർ വന്നായിരുന്നു. അവൻ ഇവിടെ ഓട്ടോഗ്രാഫ്റ്റ് വെച്ചിട്ട് വലിയ ശരിയാവൂല. എൻ്റെ ഒരു ഓട്ടോഗ്രാഫ്റ്റ് ഒരു വലിയ യൂട്യൂബർ വന്നതെന്ന് അറിയണ്ടേ ഗൈസ്. ചെക്കന് സന്തോഷമാവും. MC യോ ഓക്കെ ഗൈസ് നമ്മളങ്ങനെ സൈൻ ബോർഡ് കൊടുത്തിട്ടുണ്ട്. MC യോ യജമാനൻ വരെ പറയണം MC അണ്ണൻ ഇവിടെ വന്നായിരുന്നു. എനിക്ക് ഫുഡ് തന്നായിരുന്നു. അതിന് വരെ നാളെ MCക്ക് 10-15 ഡയമണ്ട് സ്റ്റാക്ക് ഡയമണ്ട് ഉണ്ട് കൊടുക്കണമെന്ന് കേട്ടാ. എന്തുവാ പറയണ്ട. MC അണ്ണൻ ഇവിടെ വന്നായിരുന്നു. എന്നിട്ട് ഇവിടെ നിനക്ക് ഫുഡ് തന്ന്. അതിന് വരെ MCക്ക് നാളെ 1 സ്റ്റാക്ക് ഡയമണ്ട് തരാൻ പറയണം കേട്ടാ. മറക്കല്ലേ. ലെറ്റ്സ് ഗോ ഗൈസ്. ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. നല്ല പട്ടി ഗൈസ്, നല്ല പട്ടി. 6 പട്ടിയാണോ നല്ലവൻ. അവന് പട്ടീനെ വളർത്താനെങ്കിലും തോന്നിയല്ലോ. ഓ ലാമ 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 എൻ്റെ സ്വന്തം ലാമ ഇറങ്ങിപ്പോടാ വേണ്ടി. ഓ ഓ ഓ എടാ എനിക്ക് പെട്ടെന്ന് തന്നെ ബേസ് ഉണ്ടാക്കണം കേട്ടാ. ഇവിടെ അടുത്ത് ഒരുത്തൻ്റെ ബേസ് ഉണ്ട്. സോ എനിക്ക് അവിടെ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റൂല. അല്ല അവൻ എന്നെ വന്ന് പൊക്കും. ഓ ഓ ഓ ഓ എടാ ഞാൻ ചാവാ ചാസൂട്ടോ കേട്ടാ. എനിക്ക് പീപ്പ് അറിയൂല. ഈ രാത്രി ബ്രോയിനെ പോലെ കറങ്ങി കിടക്കുന്നത് ഞാൻ. അവിടെ ഇത്രയും വലിയ സ്ഥലത്തൊരു വില്ലേജ് കിട്ടിയെന്ന് ഒരു ഡൗട്ട് ഉണ്ട് കേട്ടാ. ക്ലൈമിങ് ആയാ? അന്നേരം എനിക്ക് ഏരിയ ക്ലൈം ചെയ്യാൻ പറ്റാത്തേ. ഇവിടെ സ്കെൽട്ടൺ അമ്മേ. ഇവിടെ കൊള്ള പട്ടി സ്കെൽട്ടൻ്റെ ഏത് പോയാന്നറിയില്ല. വെള്ള പവർ 5 പോലും അങ്ങോട്ടാന്ന് തോന്നുന്നു. കുറ്റടിക്ക് 3 ഹാർട്ട്. ബ്രോ എടാ ആരെങ്കിലും ഉറങ്ങടാ. ചത്തു പോടാ. എടാ വീടുണ്ടാക്കുന്നതിന് മുമ്പ് എൻ്റെ അന്ത്യ സംസ്കാരം നടക്കൂടാ. ഓ ഓടാ